പിയോൺ ബോട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈസ്റ്ററൊക്കെ വരുവാണ്, പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളി. അപ്പോൾ നമുക്ക് വൈറ്റ് സാരികൾ വേണം. ഞാൻ വൈറ്റ് സാരികളുടെ വലിയൊരു കളക്ഷൻ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതിനെ ഒന്ന് കാണാം കേട്ടോ. ഇതൊരു നെറ്റ് കോട്ട സാരിയാണ്. നെറ്റ് കോട്ടയിൽ എംബ്രോയ്ഡറി വർക്കാണ്. ഒരു ഗ്രേ ഷെയ്ഡിലുള്ള, ഗ്രേ ആൻഡ് വൈറ്റ് ഷെയ്ഡിൽ ഉള്ള എംബ്രോയ്ഡറി വർക്കാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. പല്ലുവിൻ്റെ താഴ്ഭാഗത്ത് ഇത്രയും ഭാഗത്ത് ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട്. ഡാസിൽസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. വിത്ത് ബ്ലൗസാണ്. ബ്ലൗസ് പീസ് കോട്ടനുമാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1199 ആണ്. ഇത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം സാരി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് കോട്ടൺ മെറ്റീരിയലിലാണ് വരുന്നത്. ഇത് നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ, പക്ഷേ ബ്ലൗസ് വരുന്നത് കോട്ടൺ മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ വരുന്നു. ഞാനിത് വെയർ ചെയ്തിരിക്കുന്നത് സെയിം തന്നെ. റേറ്റ് വരുന്നത് 1199. ഇതൊരു ജോർജറ്റ് മെറ്റീരിയലാണ് ഈ വൈറ്റ് സാരി വന്നിരിക്കുന്നത്. ഇതിൽ ബോഡി പാർട്ട് ഫുള്ളായിട്ടും എംബ്രോയ്ഡറി വർക്കാണ് വരിക. ഇതിൻ്റെ ബോർഡർ ഇങ്ങനെ വരുന്നു. സ്വല്പം തിക്കായിട്ടുള്ള വർക്ക്. പ്യുവർ വൈറ്റിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ഇനി ഫ്രോക്കിന് വേണമെങ്കിൽ അങ്ങനെയും, ചുരിദാറോ അങ്ങനെ ഏതിനു വേണമെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് വരുന്നത് 995 ആണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഈ ജോർജറ്റ് സാരിയുടെ തന്നെ പല ഡിസൈനുകൾ ഇത് കണ്ടോ. ഡിസൈനിൽ മാത്രം മാറ്റമുള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെ, വേറെ ഒന്നും ഒരു മാറ്റമില്ല. ഈ ഡിസൈനുകളിൽ അതുപോലെ ഈ ബോർഡറിൽ ചെറിയ ഡിഫറൻസ് മാത്രം. അങ്ങനെയുള്ളതാണ് ഇനി കാണിക്കുന്നത് കേട്ടോ. ഇതും അങ്ങനെ തന്നെ ഡിസൈനിലുള്ള ഡിഫറൻസ് ഉണ്ട്. മെറ്റീരിയലും ബാക്കിയെല്ലാം സെയിം തന്നെ. ഇതാണ് അടുത്തത്. എല്ലാത്തിൻ്റെ ഡിസൈനുകൾ ഡിഫറൻസാണ്. ഇതെല്ലാം ജോർജറ്റ് സാരിയിലാണ് ഈ എംബ്രോയ്ഡറി വർക്ക് തിക്കായിട്ട് വന്നിരിക്കുന്നത്. എല്ലാത്തിനും ബോർഡറും ഉണ്ട്. ഇതിൻ്റെ എല്ലാം റേറ്റ് 995 ആണ്. ഇത് ചന്തേരി കോട്ടണിലാണ് ഈ മെറ്റീരിയൽ വന്നിരിക്കുന്നത്. പ്യുവർ വൈറ്റിൽ സെൽഫ് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ. ഈ ബോർഡർ സ്വല്പം ലൈൻസ് കൂടുതലായിട്ട് വരുന്നു. ബാക്കിയുള്ള ഭാഗത്ത് പ്രിൻ്റ് വരുന്നു കേട്ടോ. ഇങ്ങനെയാണ് വരിക. അതുപോലെ ഇതിൻ്റെ പല്ലുവും ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 559 ആണ്. ഇതിൻ്റെ തന്നെ ഈ ചന്തേരി കോട്ടണിൽ ഒരു 4 ഡിസൈനുകളുണ്ട്. അത് നമുക്കൊന്ന് കാണാം. ഇതും ചന്തേരി കോട്ടണിൽ തന്നെയാണ് സെൽഫ് പ്രിൻ്റ് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ സെൽഫ് പ്രിൻ്റ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബോർഡർ ഞാൻ പറഞ്ഞല്ലോ തിക്കായിട്ട് ലൈൻസായിട്ട് വരുന്നു. വിത്ത് ബ്ലൗസാണിത്. ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ആ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ല് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 559. ഇതും ചന്തേരി കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, പ്യുവർ വൈറ്റിൽ സെൽഫ് പ്രിൻ്റ് വന്നിരിക്കുന്നു. സൈഡിൽ ബോർഡർ വന്നിരിക്കുന്നു. ഈ ബ്ലൗസ് പീസിൻ്റെ സ്ലീവിൻ്റെ എൻഡിൽ ഈ ലൈൻസ് വരും. തിക്കായിട്ടുള്ള ഒരു ലൈനാന്നേ ഉള്ളൂ. ഇതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വരുന്നത്. വിത്ത് ബ്ലൗസാണ്. അപ്പോൾ നമുക്ക് ഒത്തിരി വെയിറ്റ് ഒന്നുമില്ല, അതുപോലെ ഒത്തിരി ട്രാൻസ്പെറൻറ്റും അല്ല. നമുക്ക് ചർച്ച് വെയറായിട്ടും എല്ലാം യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് 559. ഇത് ചന്തേരി കോട്ടണിൽ തന്നെ മറ്റൊരു ഡിസൈനാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. ഇതിൻ്റെ ബോർഡർ തിക്കായിട്ട് ലൈൻസ് വരുന്നു. ബാക്ക് ഇങ്ങനെയും വരുന്നു. ബാക്ക് അതായത് ഇതിൻ്റെ പല്ലു ഈ ഡിസൈനാണ് വരുന്നത്. റേറ്റ് വരുന്നത് 559. ഇത് നെറ്റ് സാരിയാണ്. ഞാൻ ഇതിൻ്റെ മുന്നിലുള്ള വീഡിയോയിൽ ഇതേക്കുറിച്ച് കാണിച്ചിട്ടുണ്ട്, വ്യക്തമായിട്ട് വിടർത്തിയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വീണ്ടും അപ്ഡേറ്റ് ചെയ്തതാണ്. നമുക്ക് വീണ്ടും റീസ്റ്റോക്ക് ചെയ്യേണ്ടി വന്നു, അങ്ങനെ കൊണ്ടുവന്നതാണിത്. പക്ഷേ ഇതിൻ്റെ ഡിസൈനുകളിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് കേട്ടോ. സൈഡ് ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ തന്നെയാണ് ഇത് ഫുള്ള് വരുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 425 ആണ്. ഇതും നെറ്റ് സാരിയുടെ തന്നെ മറ്റൊരു ഡിസൈനാണ്. ഡിസൈനുള്ള ചെറിയ ഡിഫറൻസ് മാത്രം. സൈഡ് ക്രോഷ്യോ ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരിക. ഡിസൈനിലുള്ള ചെറിയ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. റേറ്റ് വരുന്നത് 425 ആണ്. പ്യുവർ കോട്ടണിൽ പിസ്ത ഗ്രീൻ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്ന ഒരു വൈറ്റ് സാരിയാണിത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസ് പ്യുവർ കോട്ടണിൽ തന്നെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഇത് ഞാനിതിന് മുന്നേ ഒന്ന് കാണിച്ചതാണ് കേട്ടോ. എല്ലാം അന്ന് തീർന്നു പോയായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഒന്നുകൂടെ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റമാണ്. ഇതുണ്ട്, ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഇത് സാരി.
അപ്പോൾ ഇതിൻ്റെ മറ്റ് കളറുകളുണ്ട്, നമുക്കതൊന്നുകൂടെ ഒന്ന് കാണാം കേട്ടോ. ഇതൊരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെ പല്ല് വരുന്നു. ഇത് ബോഡി പാർട്ട് വിത്ത് ബ്ലൗസ്. റേറ്റ് വരുന്നത് 1359 ആണ്. ഇതൊരു മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡിലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ വിത്ത് ബ്ലൗസ്. ഞാൻ പറഞ്ഞല്ലോ, വിത്ത് ബ്ലൗസ് പ്യുവർ കോട്ടണിലാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. താഴെ ഒരു കുറച്ച് വീതിയുള്ള ബോർഡറും മുകളിൽ വീതി കുറഞ്ഞ ബോർഡറുമായിട്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഈ ഡിസൈൻ വേണ്ട ഇങ്ങനെ വരുന്നത്. ഇതൊരു വൈറ്റിൽ ബ്രിക്ക് റെഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരിക. പല്ലുവിൽ ഈ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നു. ഇങ്ങനെയാണ് വരിക. താഴെ വലിയ ബോർഡറും മുകളിൽ ചെറിയ ബോർഡറുമായിട്ട് വരുന്നു. ഇതിൻ്റെ ബോഡി പാർട്ടുമായിട്ട് വരുന്നു. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1359. ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ബ്ലൗസിലും എംബ്രോയ്ഡറി വർക്കുണ്ട്. കാരണം ആവശ്യത്തിന് കനമുള്ളതാണ്. ഇതിന് ലൈനിങ് ഒന്നും വെക്കേണ്ട കാര്യമില്ല. ഇതൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. വൈറ്റിൽ ചോക്ലേറ്റ് ഷെയ്ഡിൽ മുകളിൽ വീതി കുറഞ്ഞ ബോർഡർ, താഴെ വീതിയുള്ള ബോർഡർ, ബോഡി പാർട്ട് ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ പല്ലു ഇത്രയും വീതിയിൽ തന്നെ വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത് വിത്ത് ബ്ലൗസ് പീസ് കോട്ടൺ ആണ്. ഇതിൻ്റെ ലൈനിങ് ഒന്നും വേണ്ട. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1359 ആണ്. ഇതിപ്പോൾ ഒരു ജോർജറ്റ് മെറ്റീരിയലിലാണ് ഇത് വന്നിരിക്കുന്നത്. ഇങ്ങനെയാണ് ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ ഇത് കാണിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത് നമുക്ക് സാരിക്കോ ചുരിദാറിനോ ഫ്രോക്കിനോ എന്തിനു വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ റേറ്റ് മീറ്ററിന് 270 ആണ് വരുന്നത്. അപ്പോൾ ഈ താഴെ കാണിച്ചിരിക്കുന്ന ഇത്രയും ഏതെങ്കിലും ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക.